ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വീട്ടിൽ വേസ്റ്റ് ആയിരിക്കുന്ന തുണി എടുത്തിട്ട് നമുക്കിതുപോലെ ക്രാഫ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ട്രൗസറാണ് എടുത്തിട്ടുള്ളത്, വേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നൊരു സ്ക്വയർ പീസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് തരത്തിലുള്ള തുണിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ജീൻസ് തന്നെ വേണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തത്. ഇനി ഇതൊന്ന് സ്ക്വയറായി വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 പീസ് തുണി വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് വരാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നല്ലൊരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ത്രികോണ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെടുക്കുന്ന ക്ലോത്തിൻ്റെ സെൻറ്റർ പാർട്ടിനെ കണക്കാക്കിയിട്ട് ഒരു സ്ക്വയറല്ല, ത്രികോണ ഷേപ്പിൽ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അത് കറക്റ്റ് ത്രികോണ ആവണമെന്നില്ല, കുറച്ചൊന്ന് സ്ലോപ്പായിട്ട് എടുത്താലും മതി. ഇനി മാർക്ക് ചെയ്തതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചെറിയ പീസും കൂടി നമുക്ക് വേണം. നമ്മൾ ആദ്യം എടുത്ത പീസിൻ്റെ അത്ര തന്നെ വിഡ്ത്ത് വേണ്ട, ഒരു 3/4 ഇഞ്ച് അതിന് വീതി കുറവാണ്. ഇനി ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുക വെച്ചാൽ മെഷീനില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുത്താൽ മാത്രം മതി. അത്രയധികം തുന്നാനില്ലേനും അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശം ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ തുന്നാനായിട്ട്. അതിൻ്റെ സൈഡ് ഇതുപോലെ അടിച്ചെടുക്കാം. ഒന്ന് ചെറിയ പീസും ഒന്ന് വലിയ പീസുമാണ്. എന്നാലും അടുത്തത് അടിക്കുമ്പോൾ നോക്കിയിട്ട് ഒന്ന് ചുളിവ് വരാതെ ഉള്ളിൽ സ്റ്റിച്ച് പെടാത്ത രീതിയിൽ തുണി വെച്ചിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. ഒരു പിന്ന് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തതിന് ശേഷം തുന്നിയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് നമുക്കത് തുന്നിയെടുക്കാൻ പറ്റും. ചെറിയ സിമ്പിൾ പണിയാണ്. അധികം സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ഇനി ഇതും നമുക്ക് തുന്നിയെടുക്കാം. ഇത് തുന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ അതിനെ തിരിച്ചിടണം. അപ്പോൾ നല്ല വശം പുറത്ത് വരുന്ന രീതിയിലായി കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിരുന്നായിരുന്നു, കുറച്ചും കൂടി ഇത്ര ലെങ്ത്ത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. മൂങ്ങേൻ്റെ ബോഡി പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പോഞ്ചോ അല്ലെങ്കിൽ പഞ്ഞിയോ നിറയ്ക്കാം. കോട്ടൻ്റെ പഞ്ഞിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫൈബറിൻ്റെ പഞ്ഞിയായാലും കുഴപ്പമില്ല, നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുക. ഫുള്ളായിട്ട് കുറച്ച് ഭാഗം ഞാൻ മോൾ ഭാഗം കുറച്ച് ഫില്ല് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭാഗത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂചി നൂലെടുത്തിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. സൂചി ഒന്ന് വെറുതെ ഓടിച്ച് പോയാൽ മതി. നമ്മൾ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൂചി ഉള്ള ഭാഗം ത്രെഡില്ലേ, ആ ത്രെഡ് സൂചി ഇരിക്കുന്ന ഭാഗം ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആയി വരും ആ ഭാഗം. എന്നിട്ട് അതിനെ ഒന്ന് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ചും ടൈറ്റായിട്ട് നിൽക്കും. പിന്നെ ഇനി അടുത്ത് ചെയ്യാനായിട്ടുള്ളത് കുറച്ച് ത്രെഡ് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ച് നീളത്തിൽ ചുറ്റിയെടുക്കുകയാണ്. അത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് കെട്ടി ഉറപ്പിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ത്രെഡിനെ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാൻ ഞാൻ സൂചി നൂല് യൂസ് ചെയ്തിട്ടാണിത് ഫിക്സ് ചെയ്യുന്നത്. ഇതേപോലെ ആ പഞ്ഞി നമ്മൾ
നിറയ്ക്കാതെ വെച്ച കുറച്ച് പോർഷനില്ലേ, ആ പോർഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് തുന്നി വയ്ക്കുന്നു. ഇതേപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തുന്നി കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ടത് നമ്മൾ കണ്ണാണ്. കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ചെറിയ പീസ് വെച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. 2 കണ്ണും ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒട്ടിക്കേണ്ടത് നമ്മൾ തുന്നിയെടുത്തുള്ള ഏറ്റവും ആ ഷാർപ്പായിട്ട് നിൽക്കുന്ന ആ പോർഷനില്ലേ, ആ പോർഷൻ അങ്ങനെ മടക്കിയിട്ട് കണ്ണിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മൂങ്ങയ്ക്ക് കുറച്ച് പണിയും കൂടി ഉള്ളൂ. കണ്ടാൽ തന്നെ അറിയാം നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ താഴത്തെ ഭാഗത്ത് നമ്മൾ വെറുതെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിനെ വേറെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മാത്രം മതി. കൈകൊണ്ട് തുന്നുകയാണെങ്കിൽ അതും ഓക്കെയാണ്. ഞാൻ പെട്ടെന്ന് പരിപാടി കഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിന് വിങ്സ് വെക്കണം. നമ്മളുടെ മൂങ്ങയ്ക്ക് വിങ്സ് ഇല്ല. അപ്പോൾ ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരു ഗോബി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ പാർട്ട് ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മളുടെ മൂങ്ങേനെ എടുക്കുക, അതിൻ്റെ സൈഡ് ഭാഗത്ത് ഈ വിങ്സ് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ, ചെറിയ പണിയാണ്. നമുക്ക് ഇതേപോലെ പല പല ക്യാരക്ടറിനെ നമുക്ക് സിമ്പിളായിട്ട് വേസ്റ്റ് തുണിയിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.